നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭാരതീയ പുരാണങ്ങളിലെ ഏറ്റവും ശക്തമായ സ്തോത്രങ്ങളിൽ ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. 1000 നാമങ്ങളുടെ ഒരു പട്ടിക എന്നതിലുപരി ഇത് നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും നീക്കാൻ സഹായിക്കുന്ന ഒരു ദിവ്യ മന്ത്രമാണ്. ഇന്നത്തെ വീഡിയോയിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ജപിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ശരിയായ രീതിയിൽ ജപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമായി ഒരു ചെറിയ വീഡിയോയാണ്. നമുക്ക് വിശദമായി നോക്കാം. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഉത്ഭവം മഹാഭാരതത്തിലെ അനുശാസന പർവ്വതത്തിലാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ദുഃഖിതനായ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിച്ചു, ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ആശ്രയിക്കാവുന്ന ഏക ദൈവം ആരാണ്? ആരെ ആരാധിച്ചാലാണ് നമുക്ക് പരമമായ ശാന്തി ലഭിക്കുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായാണ് ശരശയ്യയിൽ കിടന്ന് ഭീഷ്മർ ഭഗവാൻ വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ഉപദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യവുമുണ്ട്. വേദങ്ങളുടെ സാരമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലാണ് വിഷ്ണു സഹസ്രനാമം വിവരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അമ്പുകളേറ്റ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരെ കാണാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ എത്തുന്നു. യുധിഷ്ഠിരൻ ഭീഷ്മരോട് 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ലോകത്തിലെ പരമമായ ദൈവം ആര് എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഏകമായ തണലേറുന്ന രണ്ടാമതായും, ആരെ സ്തുതിച്ചാലാണ് മനുഷ്യർക്ക് മോക്ഷം ലഭിക്കുന്നത് മൂന്നാമതായും, ജപിക്കാൻ ഏറ്റവും ഉത്തമമായ മന്ത്രം എന്തെന്ന് നാലാമതായും, പരമമായ ധർമ്മം ഏതാണ് എന്ന് അഞ്ചാമതായും, ജന്മമരണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആറാമതായും ചോദ്യം ചെയ്തു. ഈ 6 ചോദ്യങ്ങൾക്കും ഉത്തരമായി ഭീഷ്മാചാര്യർ ഭഗവാൻ വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ഉപദേശിച്ചു നൽകി. അതാണ് ഇന്ന് നാം ജപിക്കുന്ന വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ടോ കേൾക്കുന്നത് കൊണ്ടോ ലഭിക്കുന്ന ഗുണങ്ങൾ അനവധിയാണ്. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ഈ സ്തോത്രം സഹായിക്കുന്നു. ഇതിലൂടെ മാനസിക സമാധാനം ഉറപ്പാകുന്നു. ജ്യോതിഷപ്രകാരം ഗ്രഹദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് വിഷ്ണു സഹസ്രനാമ ജപം വലിയ ആശ്വാസം നൽകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഭക്തിയോടെ ഇത് ജപിക്കുന്നത് രോഗശാന്തിക്ക് കാരണമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കാൻ ലക്ഷ്മീപതിയായ വിഷ്ണുവിൻ്റെ ഈ നാമജപം ഉത്തമമാണ്. ഭയം മാറ്റാനും ഏത് പ്രതിസന്ധിയെ നേരിടാനുമുള്ള മാനസിക കരുത്ത് നൽകാനും ഇതിന് സഹായിക്കും. ഇനി വിഷ്ണു സഹസ്രനാമം എങ്ങനെ ജപിക്കണം എന്ന് നോക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബ്രാഹ്മമുഹൂർത്തത്തിലോ സന്ധ്യാസമയത്തോ ജപിക്കാം. ശാന്തമായ ഒരിടത്ത് കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരുന്ന് ജപിക്കുക. മുന്നിൽ ഒരു നിലവിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ഉചിതമാണ്. നാമങ്ങൾ വേഗത്തിൽ ചൊല്ലിത്തീർക്കുന്നതിനേക്കാൾ ഓരോ നാമവും വ്യക്തമായും ഭക്തിയോടെയും ഉച്ചരിക്കാൻ ശ്രമിക്കുക. ഓരോ നാമത്തിൻ്റെയും അർത്ഥം അറിഞ്ഞു ജപിക്കുന്നത് ഗുണഫലം വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ദിവസവും ഇത് കേൾക്കുന്നതും സമാനമായ ഫലം നൽകും. വിഷ്ണു സഹസ്രനാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റുമുണ്ടാവുന്നത് അനുഭവപ്പെടും. നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും ദിവസവും കുറച്ച് സമയം ഇതിനായി മാറ്റിവെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.